നിത്യജീവനും യേശു ഒരുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്ന യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ സാധിക്കും. വീണ്ടും ദൈവവചനം പറയുന്നു, യേശുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം, പാപപരിഹാര ബലിയായി തീർന്ന യേശുവിന്റെ രക്തം സകല പാപക്കറകളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹിതരെ, ഞങ്ങളുടെ ഈ പ്രഭാഷണങ്ങൾ അവസാനിപ്പിക്കാൻ പോകുക. ഞങ്ങൾ വളരെ ദൂരെ നിന്ന് സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് കടന്നു വന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദേശത്തെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നല്ല, അതിനേക്കാൾ കൂടുതലായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയാണോ? താങ്കൾ രോഗിയാണോ? വീട്ടിലെ പല പ്രശ്നങ്ങളാൽ, ശാപബന്ധനത്താൽ, മദ്യപാനത്താൽ, പല രീതിയിൽ അത് കണ്ണുനീരിൽ അത് ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. ആരെ യേശുവിനായി ജീവിതം കൊടുക്കും? തിരുവചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് സ്നേഹത്തോടു കൂടി യേശു നിങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ജീവിതങ്ങൾ യേശുവിനായി സമർപ്പിക്കാമോ? ആ യേശു മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അത് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അരുമ ശിഷ്യന്മാരോട് പറഞ്ഞു, താൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ യേശുവിനായി സമർപ്പിക്കാമോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടേണ്ട സമയങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് ജീവിക്കുന്ന കർത്താവിനെ കുറിച്ച്, പകരക്കാരനായി മരിച്ച് ശാപങ്ങൾ വിടിവിച്ച, പാപങ്ങൾ വിടിവിച്ച, രോഗങ്ങൾ വിടിവിച്ച, മരണം നീക്കിയ യേശുവിനെ ഉയർത്തുവാൻ അപ്പാ ഞങ്ങളെ അയച്ചതിനാൽ നന്ദി പറയുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തു എല്ലാ ശാപങ്ങൾ മാറിപ്പോകട്ടെ, അപകടമരണങ്ങൾ മാറിപ്പോകട്ടെ, ആത്മഹത്യകൾ മാറിപ്പോകട്ടെ, മദ്യപാനങ്ങൾ മാറിപ്പോകട്ടെ, വിഗ്രഹാരാധന മാറിപ്പോകട്ടെ. ഈ ദേശത്തുള്ള ആളുകളെല്ലാം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ പിതാവിന്റെയും പുത്രൻ